വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. അപ്പം ബൊലേറോ എന്ന് ഇറങ്ങിയിരുന്നിട്ട് പഠിക്കുന്നു മണ്ടപ്പേടില്ല പൊട്ടിക്കുന്നുണ്ട് ട്രൂ വാല്യൂവിന്റെ ഷോറൂമിലുള്ളത്. കുറെ കാലം എല്ലാവരും പറയുന്നു മറ്റേ ഷോറൂമിൽ പോകണം, സെക്കൻഡ് ഹാൻഡ് വണ്ടി കാണിക്കണം, ഈ ഉണ്ടായ ഫീൽഡ് ഇതല്ലേ എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് വണ്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വണ്ടി നിങ്ങൾക്ക് എടുത്താൽ ഉപകാരപ്പെടുന്ന തരത്തിലുള്ള വണ്ടികളാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഒരുപാട് വണ്ടികളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികളുണ്ട്. നോക്കിയാൽ ചാർജാബർ ആൾട്ടോ ഉണ്ട്. ആൾട്ടോനെ കൊണ്ട് ഏറ് കളിയുണ്ട്, കണ്ടമാനം വണ്ടിയുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ വന്നത് ബൊലേറോയിൽ വന്നോണ്ട് ബൊലേറോ തന്നെ കാണിച്ചു തരാം. ഫസ്റ്റ് ഇത് 2021 മോഡൽ വരുന്നത് 79 ഒരു ബൊലേറോ വന്നിട്ടുണ്ട്. 79A എന്ന് പറയുന്ന രജിസ്ട്രേഷനിലുള്ള ബൊലേറോ വന്നിട്ടുണ്ട്. ഫുൾ ഓപ്ഷൻ ആണ്, ഏറ്റവും കൂടുതൽ എല്ലാ സാധനം ഉണ്ട്. മഹിന്ദ്രയുടെ നേര് സാധനം 41,000 കിലോമീറ്റർ വണ്ടി, 41,000 കിലോമീറ്റർ ഓടിയിട്ട് വണ്ടി. ഇവര് ചോദിക്കുന്നത് 9,10, 9,15 നിങ്ങൾക്ക് റേറ്റ് എന്തായാലും ഒന്ന് വർത്താനം പറഞ്ഞാൽ പറയാണ്ട് റേറ്റ് ചെയ്തു. വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാണക്കം വണ്ടിയാണ്. നമുക്ക് ഇങ്ങനെയാണ് പുറംഭാഗം വണ്ടി. പുറംഭാഗത്തിൽ ടയർ ഒരു 50% ടയറുണ്ട്. 50% ടയറുണ്ട്. ബാക്കി സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടിക്ക്, സെറ്റാണ്. പിന്നെ നമ്മൾ ഇന്റീരിയർ നോക്കുന്നെങ്കിൽ ഇങ്ങോട്ട് ബാക്കിൽ നിന്ന് തന്നെ നോക്കാം. ബാക്ക് ഏറ്റവും ആരും കാണിക്കൂല, ബാക്ക് സീറ്റ് ഒന്നും ആരും കാണിക്കൂല. ഇതാ ബാക്ക് സീറ്റ് അടക്കം നല്ല സെറ്റ്, നല്ല എന്താ പറയാ, നല്ല സീറ്റ് കവറിലിട്ട് സെറ്റ് സാധനം. ഇതാ ഫുള്ള് നീറ്റ് വണ്ടിയാണ്. നീറ്റ് വർക്കിൽ ഒരു പരിപാടിക്ക് നിൽക്കുന്ന പരിപാടിയില്ല. ഫുള്ള് ഫ്ലോർ ലാമിനേഷനിൽ ചെയ്ത് നല്ല ഉള്ളിൽ കയറുമ്പോൾ തന്നെ എന്താ വേണം നോക്കി. ബൊലേറോ നോക്കി തണ്ടി നടക്കുന്ന ആരെങ്കിലും നേരെ ഓടി വന്നോ എവിടെയാണെന്നറിയാം. പൊട്ടിക്കൊണ്ട് ഷോറൂമിലേക്ക്. ഇനിയിപ്പോ വരികയാണെങ്കിൽ ബാക്കിലേക്ക് ഇതാ നോക്കിയേ, കണ്ട ബാക്ക് സെക്കൻഡ് റോ നോക്കിയേ. സെക്കൻഡ് റോ നല്ല പൊന്നും പോലെ ഇല്ല, പൊന്നും കട്ട പോലെ ഇല്ല വണ്ടി. കണ്ട പിന്റീരിയറാണെങ്കിലും ഇതാ ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന പോലെ ഒരു 41,000 കിലോമീറ്റർ ഓടിയെന്നേ ഇല്ലു. വേറെ അനങ്ങിയില്ല, വണ്ടി ഉള്ളനങ്ങിയില്ല. പിന്നെ പോരാത്തതിന് ഇവർ നല്ല വൃത്തിയാക്കി തരും. ഇന്ന് അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചെയ്തു തരും. ഫിനാൻസിൻ്റെ എല്ലാം ഒരു എല്ലാ സൗകര്യങ്ങളുണ്ട്. ഇത് 9,10,000 ഇതിന് കേട്ടാ. കണ്ട സാധനം കണ്ട സെറ്റ് ബൊലേറോ. ഓക്കെ, ഈ ബൊലേറോക്ക് ഇനി വാക്ക് അറൗണ്ട് കണ്ടിട്ടില്ല എന്ന് വേണ്ട. പിന്നെ ഇതിന് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 ഇയർ വാറണ്ടി ഉണ്ടാവും. 1 ഇയർ വാറണ്ടിയിൽ എൻജിന്, ഗിയർ ബോക്സ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഐറ്റംസ് എല്ലാം വരും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്ഷൻ വരുന്ന ഫുൾ ഓപ്ഷനാണ്. ഫോർഡോ പവർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെറ്റ് വരുന്നുണ്ട്. നമ്മൾ എൻജിൻ ബേ ഒന്നും ആരും കാണിക്കില്ല. പിടിച്ചടാ മഹീന്ദ്ര കണ്ട എഞ്ചിനെല്ലാം നല്ല തീ അനിയില്ല, ചോറിട്ട് വയ്ക്കേണ്ട എഞ്ചിനല്ലേ. ഒരു തുള്ളി ഓയിൽ ലീക്കൊന്നുമില്ല. 41,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഒരു തുള്ളി ഓയിൽ ലീക്കും കാര്യമൊന്നും ഏടിയില്ല. നോക്കിയാൽ വൃത്തിക്ക് വന്ന് എല്ലാവരും നോക്കിയോ, നല്ല സാധനം. നോക്കി ചെയ്യും അടച്ചളക്കേ. ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഇതാണ് ഇതിൻ്റെ ഡാഷ്ബോർഡും കാര്യങ്ങൾ. ഇതാ 41,000 കിലോമീറ്റർ ഓടിയുള്ളൂ. എന്താ പറയുക, തിരിയും പറയുന്നല്ല. തേരാ മേരാ ജീവൻ ഒരു കണ്ട സാധനം കണ്ട സെറ്റ് വെച്ചാൽ സെറ്റ് നല്ല നീറ്റ് സാധനം. പിന്നെ ഇതിനെ തന്നെ കാണിച്ചു കഴിഞ്ഞാൽ ബാക്കിയിലൊന്നും കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ബാക്കിയിലേക്ക് പോവാം. എൻജിൻ, ഗിയർ ബോക്സ്, പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സും കൂടി വരും. പിന്നെ അത് നിങ്ങൾ മാരുതിൻ്റെ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സസ്പെൻഷനും കൂടി 1 ഇയർ വാറണ്ടി വരും. 2019 മുതൽ ഇല്ലെന്തോ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, അങ്ങനെയാണ് വരിക. പിന്നെ അപ്പം ബൊലേറോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തത് ഗ്ലാൻസ് ആണ്. 59Y7009 നാലക്കീട്ടിലെ നമ്പറാണ് മോനെ, റോമൻ നമ്പറാണ് 7009. അന്നാന്നില്ല അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത്. കളർ വെച്ച് കഴിഞ്ഞാൽ ശ്രീപാര സിൽക്കി ബ്ലൂ കളറാണ്. നല്ല ഫ്രണ്ട് നോക്കുമ്പോൾ ഓടി പോലെ ഇല്ല, എന്നാൽ ഓടിയല്ല, ഗ്ലാൻസ് ആണ്. ഓക്കെ, സാധനം നോക്കിയാൽ ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. സൈഡെല്ലാം നോക്കിയാൽ നല്ല സാധനം. അപ്പോൾ ഇതാണ് നമ്മളെ ഗ്ലാൻസ 2022 മോഡൽ. വെറും 8,000 കിലോമീറ്റർ ഓടി. 8,000 കിലോമീറ്റർ, 8,80,000 അല്ല, 8,000 കിലോമീറ്റർ ഓടി. നല്ല തീപ്പാറിയ ഗ്ലാൻസ. ഫുൾ ഓപ്ഷൻ ജി ആണ്. ഫുൾ ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ കുറച്ച് അപ്ഡേറ്റ് അല്ല അതിൻ്റെ ആണ്. അപ്പോൾ നമുക്ക് വണ്ടി പുറത്ത് കാണാൻ ഒരു രക്ഷയില്ല. ഇനി ഉള്ളിലേക്ക് പോകുന്നതെങ്കിൽ ഫുൾ ഓപ്ഷൻ തന്നെ. ഇതാ ഡോറ് തുറന്ന് ചിഹ്നെല്ലാം വന്നിട്ടുണ്ട്.
ഓക്കെ. പിന്നെ പുഷ് ഔട്ട് സിസ്റ്റമാണ്. പിന്നെ വണ്ടി സ്റ്റാർട്ടിങ് നമുക്ക് നോക്കി നോക്കാം. കൊടുത്തു. അപ്പോൾ ഇത് നമ്മൾ ഇൻറ്റീരിയർ വരുന്നു ഗ്ലാൻസേൻ്റെ. എന്താ വെറും 8000 കിലോമീറ്റർ നോക്കിയാൽ. എട്ടായിരത്തി 302 കിലോമീറ്റർ. ഓക്കെ. പിന്നെ ഫുൾ സിസ്റ്റം, ഫുൾ ഓപ്ഷൻ വണ്ടി ഗ്ലാൻസ. ഇത് 8,50,000 വരുന്നു. 8000 കിലോമീറ്ററോടെ വണ്ടിൻ്റെ ഇൻറ്റീരിയറെല്ലാം കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പോട്ടറാണ്. ഇൻറ്റീരിയർ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഇൻറ്റീരിയറെല്ലാം ഇതാ നല്ല ലുക്ക് സാധനമാണ്. നമ്മളെ വീഡിയോഗ്രാഫി കുറച്ച് മോശമായിട്ട് തന്നെ അല്ല എൻ്റെ ഉമ്മ. പേടിപ്പിക്കല്ല ഉണ്ടോ AC ഉണ്ടല്ലോ, കുറച്ച് തണുക്കട്ട് ഉണ്ടോ സാധനം. ഇതേ ഇൻറ്റീരിയറെല്ലാം നല്ല സാധനമാണ്. ഇതിനും ഈ പറഞ്ഞ പോലെ 1 year വാറണ്ടി ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ എഞ്ചിനും ഗിയർ ബോക്സുമാണ് വാറണ്ടി കൊടുക്കുന്നത്. പിന്നെ ഇലക്ട്രിക്കൽ ഐറ്റംസും ഉണ്ടാവും. ഓക്കെ. പിന്നെ അതിൻ്റെ വാറണ്ടിയുടെ മെറ്റീരിയലും ഇവരായിട്ട് സംസാരിക്കുക. പിന്നെ വണ്ടി എടുക്കാൻ വരുന്ന ആൾ വൃത്തിക്ക് നോക്കിയിട്ട് എടുക്കുക. വൃത്തിക്ക് നോക്കേണ്ട ഇല്ല എല്ലാവരും പറയുന്നുണ്ട്. പിന്നെ വൃത്തിക്ക് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. കണ്ട ബാക്ക് റോ ഉണ്ടോ, ഓരോക്കില്ല കാര്യങ്ങളിലും വണ്ടിക്കുള്ള കുറ്റവും കുറവെല്ലാം പുറത്താണ് വിൽക്കുന്നത്. പിന്നെ ഇത് ലോക്കൽ അൽക്കാ കമ്പനി ഒന്നുമല്ല. പോപ്പുലറിൻ്റെ മാരുതീൻ്റെ ജെനുവിൻ ആയിട്ട് വരുന്ന ട്രൂ വാല്യൂവിൻ്റെ ഇതിൻ്റെ തന്നെ വരുന്നു. അതായത് കേരളം അതുപോലെ തന്നെ തമിഴ്നാട് പോലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും സർവീസും എല്ലാം അവൈലബിളുള്ള പോപ്പുലറിൻ്റെ ഇതിൻ്റെത്താണ് ഈ ട്രൂ വാല്യൂ വരുന്നത്. ഈ ട്രൂ വാല്യൂ വരുന്നത് നമ്മളെ പൊട്ടിക്കുണ്ടാണ്. പൊട്ടിക്കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ തളിപ്പറമ്പ് പോകുന്ന വഴിക്ക്, കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പിലേക്കുള്ള യാത്രാമധ്യേ പുതിയൊരു എത്തുന്നതിന് മുമ്പേ, അതായത് ജയിൽ കഴിഞ്ഞ പാടില്ല അങ്ങനെ വരുമ്പം വലത്തു ഭാഗത്തും ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അടുത്ത ഭാഗത്തുള്ള പോപ്പുലറിൻ്റെ ട്രൂ വാല്യൂ, കണ്ണൂർ പൊടിക്കൊണ്ടില്ലേ പോപ്പുലറിൻ്റെ ട്രൂ വാല്യൂവിലാണ് ഈ 2 പുലിക്കുട്ടന്മാരില്ല. ഓക്കെ. ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. ഒരു പതി ആവുന്നുണ്ടോ, ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ആണ് കേട്ടോ. നോക്കാം നമുക്ക്. ഇനിയിപ്പോൾ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ബിസിനസ് എല്ലാം തുടങ്ങണം എന്നൊരു മൈൻഡ് ഉണ്ടോ? അല്ലെങ്കിൽ വീട്ടിലിപ്പോൾ കുറേ ആളുണ്ട്, എല്ലാവരും കൂട്ടിയിട്ട് പോകണോ, ഇന്നോവ വാങ്ങിയില്ല, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ എന്തെങ്കിലും ബിസിനസ് എല്ലാം തുടങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും എല്ലാവരും ചൂസ് ചെയ്യുന്ന സാധനമാണ് ഇക്കോ. ഒരു കിടിലാകുമ്പോൾ ഒരു ഇക്കോ ഉണ്ട്. 2017 വണ്ടി, സിംഗിൾ ഓണർ, ആകെ 81,000 കിലോമീറ്ററോടെ വണ്ടി, AC വണ്ടി, നല്ല നീറ്റ് വണ്ടി. നീറ്റ് വണ്ടി, ആക്സിഡൻ്റ് ഇല്ല, തട്ടില്ല, മുട്ടില്ല, ഒന്നുമില്ല, റീപ്ലേസ്മെൻ്റ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല. 1 year മറ്റേ ഇതിൻ്റെ വാറണ്ടി അടക്കം, നമ്മളെ മാരുതി പോപ്പുലറിൻ്റെ വാറണ്ടി അടക്കം കിട്ടും. എഞ്ചിനും ഗിയർ ബോക്സും സെറ്റ് സാധനം, നല്ല അടിപൊളിതാണ്. നല്ല സീറ്റെല്ലാം അടിച്ചിട്ട് നല്ല മുഞ്ചില്ല സാധനം. ഇപ്പം എന്തെങ്കിലും ചെറിയ രീതിയിൽ കച്ചവടമെല്ലാം തുറക്കണമെങ്കിൽ ഒരു ചെറിയൊരു 10-30 രൂപ അടവിട്ടിട്ട് നല്ലൊരു AC വണ്ടി, എന്താ പറയുക, AC വണ്ടി അത്യാവശ്യം ഫാമിലീനെയും കൂട്ടിയിട്ട് പോവാം. നല്ല തണുക്കുന്നുണ്ട് AC. ആ 81,000 ഓടിയിട്ടുള്ള വണ്ടി, നല്ല നീറ്റ് വണ്ടിയാണ്. ഉണ്ടാവും ഈ 5 സീറ്ററാണ്. വേണമെങ്കിൽ 2 സീറ്റ് ബാക്കിലിട്ടിട്ട് സ്കൂൾ ട്രിപ്പ് കൊടുക്കണമെങ്കിൽ സ്കൂൾ ട്രിപ്പ് കൊടുക്കുക. 7 സീറ്ററിൻ്റെ എലീഷൊന്നുമില്ല, പങ്കെടുക്കലിനെ ചെയ്തോട്. പിന്നെ വണ്ടി ബാക്കിൽ നോക്കുന്നതെങ്കിൽ സ്ലൈഡിങ് ഡോറാണ്. പിന്നെ ഫ്രണ്ട് ഇതാ, ബാക്ക് നല്ല നീറ്റ് ഉണ്ട്. വേണമെങ്കിൽ 2 സീറ്റ് വേണമെങ്കിൽ 2 ബക്കറ്റ് സീറ്റ് വെച്ചാൽ ബാക്കിലും ആക്കിയിരിക്കാം. ആണോ, കുഴപ്പമില്ല. പിന്നെ വേറെ റീപ്ലേസും കാര്യമൊന്നുമില്ല. കണ്ടോ, AK 2017 വണ്ടി നല്ല നീറ്റുണ്ട്. അത്യാവശ്യം നല്ല ടയറും കാര്യമെല്ലാം ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ ഞാൻ എന്ത് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് നിങ്ങളെ അറിയിക്കുന്നില്ല ഇങ്ങനെ ഇടെല്ലാം ഉണ്ടെന്നില്ല. ബാക്കിയെല്ലാം ഇങ്ങനെ എന്തായാലും തപ്പണം കേട്ടോ, എന്തായാലും തപ്പണം, തപ്പിയാലേ കിട്ടും. ഓക്കെ, സാധനമാണ് കേട്ടോ. നല്ല രസമുണ്ട് വണ്ടി, നല്ല ബോഡി ഷേപ്പ് ഉണ്ട്. ഇപ്പോൾ വലിയ റീപെയിൻറ്റും കാര്യമൊന്നും കാണുന്നൊന്നുമില്ല. എന്തായാലും ഒരു നല്ല രീതിക്ക് നിങ്ങൾക്ക് ഡെലിവറി തരും. നല്ല നമുക്കൊരു പുതിയ വണ്ടി എടുക്കുന്ന പോലെ തന്നെ അങ്ങ് എടുക്കാൻ. 2017 വണ്ടിയാണെന്ന് പറയുകയും ചെയ്യില്ല. ടയറിലുണ്ട്. 50,000 കിലോമീറ്റർ ഓടിക്കുന്നത് നോക്കണ്ട. ഓക്കെ, പരമാവധി മാക്സിമം ലോൺ കിട്ടും.
പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഇവിടെ അടിപൊളി മെഗാ യൂസ്ഡ് കാർ ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്നുണ്ട്. ഡിസ്കൗണ്ട് സെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റേറ്റാണ്. നല്ല റേറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇനി മറ്റേ 2022 വണ്ടി 1 ലക്ഷം റുപ്യ കൊടുക്കുക വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. എന്നാലും നോർമലി പുറത്തുനിന്നുള്ളതിനെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇവിടെ നല്ല റേറ്റ് കുറവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഇതുവരെ ഇതിൻ്റെ ചെയ്തിട്ടില്ല, എന്താ പറയുക യൂസ്ഡ് കാറിൻ്റെ ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ നിന്ന് ഞാൻ നോക്കിയ വണ്ടിയിൽ നല്ല ക്വാളിറ്റിയുള്ള വണ്ടി കണ്ടുകൊണ്ട് മാത്രം ഞാൻ വീഡിയോ ചെയ്യുന്നത്. പിന്നെ വണ്ടി എടുക്കാൻ വരുന്ന ആൾ എല്ലാവരും നോക്കുക ഇതാ. പിന്നെ അതിനുശേഷം പിന്നെ വരുന്നത് ബ്രസ്സയാണ്. കണ്ടമാനം ബ്രസ്സയുണ്ട്, 1 2 3 4 5 ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ചൊരു ചെറിയ റേറ്റ് എന്ന് തോന്നാൻ പറ്റുന്ന ഇതാണെന്നില്ല, 2019 വണ്ടി. അതുപോലെ തന്നെ 1,05,000 കിലോമീറ്റർ ബാക്കി, അതായത് 95,000 കിലോമീറ്റർ ഓടിയ ബ്രസ്സ VDI വരുന്നത് 680 ഇനിയിപ്പം 95,000 കിലോമീറ്റർ ഓടി 2019 VDI ആണ്. എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? പേടിക്കണ്ട, കുറച്ചും കൂടി പുതിയതുണ്ട്. സെയിം തന്നെ 2000 BH. ഇത് 2017 ZI ഫുൾ ഓപ്ഷൻ, സെക്കൻഡ് ഓണർ ഇത് വരുന്ന കേട്ടോ. ഇത് 785 വരുന്ന കേട്ടോ. മറ്റേ ഇത് ZI ആണ്. പിന്നെ 2017 അത് 19. എന്തുകൊണ്ട് അതിന് പൈസ കുറഞ്ഞെന്ന് ചിന്തിക്കുന്ന ആളോട് കുറച്ച് റീപ്ലേസ് ഉണ്ട് ഇതിന് അടിയിടെല്ലാം. അത് വലിയ നമുക്ക് എന്താ പറയുക ചേസും കാര്യമൊന്നും മരം അങ്ങനത്തെ ഒന്നുമല്ല, ചെറിയ റീപ്ലേസും കാര്യങ്ങളുണ്ട്. പിന്നെ വണ്ടി അത്യാവശ്യം ഓടിയിന്. ഇത് ഓട്ടം കുറച്ച് കുറവാണ്. ഇനി നമുക്ക് എന്തായാലും ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോവാം. അത്യാവശ്യം നല്ല ഇൻറ്റീരിയറാണ് ഇതിനുള്ളത്. ഇത് 2017 വണ്ടി, സെക്കൻഡ് ഓണർ, 68,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ഇൻറ്റീരിയറാണ് വണ്ടിക്കുള്ളത്, കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. ഓക്കെ. പിന്നെ ഞാനല്ല പകുതിയെ കാണിക്കുന്നില്ലോ, ആവശ്യമുള്ള ആൾ ഇവിടെ വന്ന് നോക്കിക്കോ, വണ്ടി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടോ. ഞാൻ വലിയ മറ്റേ മല മറിക്കുന്ന ആളൊന്നല്ല. ഓക്കെ. പിന്നെ ഇതും ഏകദേശം 68,000 കിലോമീറ്റർ ഓടിയിന്. അതിൻ്റെ പുറകെ 1 ലക്ഷം റുപ്യയും കൂടി 780 ആ റേഞ്ചിലാണ് വരുന്നത്. ഇങ്ങനെ വന്ന് നോക്കുക, സാധനം വന്ന് നോക്കുക. ഞാൻ പറയുന്ന റേറ്റ് ഒന്നും നോക്കണ്ട. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പ്ലഗ് കോർണർ കണ്ടിട്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചായ പൈസ എന്തെങ്കിലും കിട്ടും, പണിയടിക്കാനുള്ള പൈസ എന്തെങ്കിലും കുറച്ചിട്ട് വലുതൊന്നും കുറച്ച് തരാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും വലിയ ആളുകളല്ല. ഇത് കണ്ട നല്ല കളർ, നല്ല ബ്ലൂ കളർ, അത് വൈറ്റ് കളർ. ഇത് ZI ആണ്, ഫുൾ ഓപ്ഷനാണ്. ഇത് VDI ആണ്, നോർമൽ. ആ റേറ്റിന് കൊടുക്കുന്നില്ലോ, 680 പറയുന്നില്ലോ, നല്ല റേറ്റാണ് ഇതല്ലേ. പിന്നെ ഇതിന് നമുക്ക് അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള ആളാണെങ്കിൽ ഏകദേശം ഒരു 10-25,000 റുപ്യ ഉണ്ടെങ്കിൽ വേണ്ട 95,000 ജെനുവിൻ കിലോമീറ്റർ. ജെനുവിൻ അല്ലാണ്ട് വേറെ ഉടായ്പിൻ്റെ ഒരു പരിപാടിയില്ല. ഇത് ഏകദേശം ഒരു 10-25,000 റുപ്യ കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് ബാക്കി ലോൺ ചെയ്യാൻ പറ്റും. നല്ല അത്യാവശ്യം ഇതില്ല കസ്റ്റമർ ആണെങ്കിൽ. വണ്ടിയൊന്നും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നീറ്റെല്ലാം ഉണ്ട്. ഓക്കെ, ബാക്കി നോക്കിക്കോ. ഉണ്ട്. ഇത് നല്ല ഇൻറ്റീരിയറിലെ വണ്ടി അധികം കാണിക്കുന്നില്ല. ഇൻറ്റീരിയർ കുറച്ചൊരു മോശം പോലെ ഉള്ളത് കാണണല്ലോ, കണ്ടോ. ഈ 2019 വണ്ടി 1 ലക്ഷം ഓടിയ വണ്ടീൻ്റെ ഇൻറ്റീരിയർ ഇത്രയും നീറ്റെല്ലാം കിട്ടൽ സ്വാഭാവികം, കിട്ടൽ കുറവാണ്. നമ്മൾ കുറേ കൊല്ലം ഇതാ കണ്ട ബാക്കി നീങ്ങി നോക്കിക്കോ. അത്യാവശ്യം ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനം. സ്റ്റെപ്പിനൊന്നും നോക്കണ്ട, സ്റ്റെപ്പിനെല്ലാം നോക്കണ്ട. സ്റ്റെപ്പ് അത്യാവശ്യം ടയറുണ്ട്. അത്യാവശ്യം ഒരു ഫ്രണ്ടിലത്തെ ടയറിൽ എന്തായാലും മാറ്റണം. ടയർ മാറ്റാണ്ടൊന്നും എടുക്കാനൊന്നും കഴിയുകയും ചെയ്യില്ല. പിന്നെ ബാക്കി ഓൾമോസ്റ്റ് വണ്ടിയെല്ലാം സെറ്റാണ്. ഓക്കെ. ഇപ്പോൾ 2 മിനിറ്റ് ഇതുണ്ട്. ഇത് നല്ല സെറ്റ് സാധനം. കളർ തന്നെ നോക്കിയ വണ്ടി എന്താ ലുക്ക് ഉണ്ടെങ്കിൽ വണ്ടീൻ്റെ ഉണ്ടോ തേരാ. പിന്നെ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അടുത്തതിൽ നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട്. ഒരു ദിവസം ഞാൻ കുത്തിയിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ട് തീർക്കാൻ കഴിയില്ല. എന്തായാലും വണ്ടി എടുക്കാൻ പോകുന്നവരൊരു ചോയ്സ് എന്നുള്ള രീതിയിൽ ഇവിടത്തേക്ക് വന്നു. ഇനി നമുക്ക് ഒരു ചെറിയൊരു ഓട്ടോ പ്രദർശനം നടത്താം. ഇത് 2021 മോഡൽ ആൾട്ടോ 800 ആണ്. ആകെ 20,000 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ടുള്ളൂ. സിംഗിൾ ഓണറാണ്. ഓക്കെ. ടയർ അത്യാവശ്യം ഒരു 80% ടയറുണ്ട്. 375 ഇവർ ചോദിക്കുന്നത്. നിങ്ങൾ വന്നിട്ട് പറയാം ഇങ്ങനെ യൂട്യൂബിൽ പ്ലഗ് കോർണറിൻ്റെ വീഡിയോ കണ്ടിട്ട് വരുന്നതാണ്, ഞാൻ എന്നാൽ തരണ്ടേ
എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുറച്ചൊരു ഡിസ്കൗണ്ടും കാര്യമെല്ലാം നമുക്ക് വലിക്കണം തരില്ലെങ്കിലും അത്യാവശ്യം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, സൗണ്ട് പറയുന്നുണ്ടോ? പിന്നെ ആൾട്ടോനെ കൊണ്ട് ഒരു കളിയാണ്. ഇത് 1 ഇയർ വാറണ്ടി ഉണ്ട് കേട്ടോ മാരുതീൻ്റെ. പിന്നെ ഇതിൽ തന്നെ പല പല രീതിയിലുള്ള ആൾട്ടോകളുണ്ട്. ആൾട്ടോ നോക്കുന്നുണ്ടോ? ഇവിടെ പൊടിക്കുണ്ടിലേക്ക് ഓടി വന്നു ചാറാ പറ വണ്ടിയുണ്ട്. ഇത് വെറുതെ കൊടുത്ത പോലെയാണ്, ചാറാ പറയുന്നുണ്ട്. പിന്നെ ആൾട്ടോൻ്റെ ഒന്നും ഉള്ളിൽ കാണിക്കേണ്ട ആവശ്യമില്ല, എല്ലാം നീറ്റ് വണ്ടി. എല്ലാം 2019 ശേഷം 20 ശേഷമുള്ള വണ്ടിയാണെന്നുള്ളത്. ഉള്ളിൽ ഞാൻ വെറുതെ കാണിച്ചിട്ട് നിങ്ങളെ സമയം കളയണ്ട. ഇതിങ്ങനെ ഒരു സാധനം ഉണ്ട്, ഇങ്ങനെ വെറുതെ ഓരോ വണ്ടിയായിട്ട് തുറന്ന് നിന്നിട്ട് നിങ്ങളെ വെറുതെ സമയം കളിക്കുന്നത്. ഇങ്ങനെ നോക്കുന്നുണ്ട്, വണ്ടി നോക്കുന്നുണ്ട്. നേരെ ഇവിടെ വന്ന് റേറ്റ് നോക്കിക്കോ പറഞ്ഞാൽ മതി. പ്ലഗ് കോർണറിൻ്റെ വീഡിയോ കണ്ടിട്ട് വരുന്നതെന്നില്ലൊന്ന് പറയാം. കിട്ടും, റേറ്റ് കുറച്ച് എന്തായാലും കിട്ടും സാധനം. പിന്നീട് ഒരു തീപ്പാറിയ പോളോ ഉണ്ട്. പോളോ 2013 വണ്ടി, നല്ല ബോഡി ഷേപ്പ് ഉണ്ട് വണ്ടി. പിന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കിട്ടിയില്ല. ഓക്കെ, എന്തായാലും ഒന്ന് പോളോ ഒന്ന് നോക്കിക്കോ. എല്ലാ വണ്ടിക്കും 2017-18 ശേഷമുള്ള എല്ലാ വണ്ടിക്കും 1 ഇയർ ഇവർ എൻജിൻ ഗിയർ ബോക്സ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇയോൺ ഉണ്ട്, ഒരു വാഗനർ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ടാറ്റ ഉണ്ട്, ടിയാഗോ. പിന്നെ ഇതാണ് നമ്മളെ ഷോറൂം ട്രൂ വാല്യൂൻ്റെ. ഓക്കെ, കൊടിക്കുണ്ടിൽ. പിന്നെ ആൾട്ടോ തന്നെ. ആൾട്ടോ ഇങ്ങനെ നിരത്തി വെച്ചിന്. നീലയുണ്ട്, വെള്ളിയുണ്ട്, ഗ്രേ ഉണ്ട്, ചുവപ്പുണ്ട്, പച്ചയുണ്ട്, എല്ലാം ഉണ്ട്. ബാഗിലതാ ചുവപ്പുണ്ട്, പച്ചയുണ്ട്, നീലയുണ്ട്, എല്ലാം വണ്ടിയുണ്ട്. നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ച് എടുത്താൽ മതി. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പുതിയ വണ്ടി എടുക്കുന്ന പോലെ തന്നെ എടുക്കാം. ചെറിയ ഒരു 10-50,000 ഉറുപ്പികയിലുണ്ടെങ്കിൽ നമുക്കെല്ലാം എടുത്ത് കൊണ്ടുപോവാം. പിന്നെ ഇവിടെ ഒരു ബലേനുണ്ട്. ഇത് നമ്മളെ സാധനം മെയിൻ ഹൈലൈറ്റ്, ഒന്നും നോക്കണ്ടേ. പിന്നെ ചാറാ പറ. ഞാൻ ഓരോന്നായിട്ട് വണ്ടി ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയാൽ ഇന്ന് ദിവസം നേരം പൊളുത്തും. കണ്ടോ, സെലക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഏതാ വണ്ടി വേണ്ട അതിനെ കൊടുക്കുന്നില്ല കേട്ടോ. അതിൻ്റെ അപ്പുറം വന്നു അതിനെ കൊടുക്കൂല. എന്താ ആൾട്ട് നേരം നിൽക്കുന്ന ഓക്കെ, അത് രണ്ടും കൊടുക്കുന്നില്ല. കണ്ടോ, ഡിസ്കൗണ്ട് എന്തോ ഇവിടെ സെയിലും നടക്കുന്നുണ്ട്. ഇവിടെ എന്തോ ഒരു മംഗലാന്ന് ഇടാം, അപ്പം ഒന്ന് നോക്ക്. പിന്നെ ഇനി നമുക്ക് മുമ്പിലേക്ക് പോകുന്നെങ്കിൽ ഉണ്ടോ, വണ്ടി കണ്ടമാനുണ്ട്. നമുക്കെന്തായാലും ഒരു പാർട്ടും കൂടി ചെയ്യും. വാഗനറെല്ലാം വെച്ചിട്ട് വാഗനർ നോക്കുന്ന ആളുണ്ടാവും. വാഗനർ ഉണ്ട് കണ്ടമാനം, നേരെ നിൽക്കുന്ന ന്യൂ ഷേപ്പ് ഓൾഡ് ഷേപ്പ് അല്ല ചാറവറ വാഗനർ ഉണ്ട്, സെലേറിയോ ഉണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്. എന്നാ വെച്ചാൽ ചെയ്തോ. ഇവിടെ വന്നിട്ട് ഞാൻ എടുത്ത നമ്പറും കാര്യമെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ വാഗനർ ഇത് ഇവിടെ വെറുതെ ആർക്കും വേണ്ടാണ്ട് വെച്ചിട്ട് വേണ്ട എത്ര ഇങ്ങ് എടുത്തോ, ഇത്ര വേണ്ട എടുത്തോ, ഒരു പ്രശ്നമില്ല. കണ്ടോ, ട്രൂ വാല്യൂ പൊടിക്കൊണ്ട്. വേണ്ടത്ര വണ്ടി ഉണ്ടേ, നോക്കി എടുത്തോട്ടോ. അപ്പം പിന്നെ ഇത്രയും കണ്ടില്ലേ, സൈഡായി. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ട്രൂ വാല്യൂ കേട്ടോ, കണ്ണൂർ പൊടിക്കുണ്ടാണ് ട്രൂ വാല്യൂ വരുന്നത്. സുസുക്കീൻ്റെ ഓതറൈസ്ഡ് ഡീലറാണ്. പിന്നെ ഇത് ഡീലിംഗ് എല്ലാം കിടിലൻ ഡീലിംഗ് ആണ്. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് വണ്ടി ഇടുന്ന ഒന്ന് എടുത്തിട്ടുണ്ട്. എല്ലാം A to Z അവരോട് ചോദിക്കുക, A to Z അവർ പറഞ്ഞുതരും. പിന്നെ വണ്ടി എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി സെറിമണി ആയിട്ട് തന്നെ ഡെലിവറി ചെയ്യുന്നത്. അല്ലാണ്ട് നടുറോട്ടുമ്പോൾ നിങ്ങൾക്ക് ജാവിയൊന്നും വിടുകയും ചെയ്യില്ല. പിന്നെ നിങ്ങൾക്ക് എവിടെ പോയാലും സർവീസിൻ്റെ സപ്പോർട്ടും കാര്യമെല്ലാം ഉണ്ട്. പിന്നെ മാരുതീൻ്റെ വണ്ടികൾ മാത്രമല്ല, അതർ ബ്രാൻഡ് വണ്ടിക്കും വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ എല്ലാം പറഞ്ഞ പോലെ.